ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്ത്യോമി നൂഡിൽസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഈ നൂഡിൽസിന് പകരം വേറെ ഏത് ബ്രാൻഡ് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാൻ ഇന്ത്യോമി നൂഡിൽസിൻ്റെ ചെറിയ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ ഫ്ലേവേർഡ് നൂഡിൽസ് ആണ്. ഇതിൽ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് നൂഡിൽസ് മാത്രം പ്ലെയിൻ വാട്ടറിൽ കുക്ക് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഏത് നൂഡിൽസാണോ കിട്ടുന്നത് അത് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. മാഗിയൊക്കെ നമ്മൾ മസാല പൗഡറും കൂടി ചേർത്തിട്ട് പറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യാറ്. ഇത് ഊറ്റിയെടുക്കുന്നതാണ്. ഞാൻ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സീസണിങ് ഒക്കെ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 പാക്കറ്റും ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറുതാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇടുകയൊന്ന് പിളർന്നെടുക്കാറാണ് പതിവ്. നല്ല പൊടിയായിട്ട് ചെറുതാക്കാറില്ല. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ടുള്ള സീസണിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് ഇതിലുള്ള മസാല പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ 3 ടൈപ്പ് പൗഡേഴ്സ് ഉണ്ട്. 2 പൗഡറും ഒരു ഓയിലുമാണ് വരുന്നത്. അത് ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡും എടുക്കാം കേട്ടോ. ഇത് 1 ടീസ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നൂഡിൽസ് കുക്ക് ചെയ്യാനിട്ട ശേഷം ഇത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കുക്കായി വന്ന ശേഷം ഇതൊന്ന് ഊറ്റി എടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഓട്ടപാത്രത്തിലോട്ട് ഒഴിച്ച് ഊറ്റിയെടുക്കാം. നൂഡിൽസ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം അത് നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ആ സോസൊക്കെ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 7 ചെറിയ ഉള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗത്തിലധികം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ക്യാപ്സിക്കമാണ്. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. നമ്മൾ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചേർക്കാൻ. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നൂഡിൽസ് റെഡി. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്കിത് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇനി നൂഡിൽസ് വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നമ്മൾ ആ ഒനിയനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്